നമ്മള് സാധാരണ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ വീഡിയോ മോഡിൽ തന്നെ ഇരിക്കുക. കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ച് ഇതാക്കിയിട്ട് എന്ത് ചെയ്യാം, ലീവ് ചെയ്ത് പോവാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എല്ലാ കുട്ടികളും തന്നെ ജോയിൻ ആയിട്ടില്ല, ബാക്കിയുള്ളവർ ജോയിൻ ആയിക്കോളും എന്ന് വിചാരിക്കുന്നു. ടൈമിങ്ങിന്റെ കാര്യത്തിൽ കുറച്ചൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ്സോ പഠിക്കാനുള്ള കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ധ്യാന, ധൻഡൻസ്, അഫ്രസ് എല്ലാവരും ഒന്ന് വീഡിയോ മോളിൽ തന്നെ വന്നേ. സാധാരണ നമ്മൾ എല്ലാ ദിവസവും അബാക്കസിന്റെ ക്ലാസ്സിന് കയറുമ്പോൾ എന്താണ്, ബ്രെയിൻ ജിം ഒക്കെ ചെയ്ത് അഫർമേഷൻ ഒക്കെ പറഞ്ഞിട്ടാണല്ലേ ചെയ്ത് തുടങ്ങല്. പിന്നെ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് ഇരിക്കാം. ഒന്ന് നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ മനസ്സിനുള്ളിലെ അത്ഭുത ശക്തിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് മൈൻഡ് പവർ. ഇപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കൊരു മാജിക്കൽ പവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എന്നോട് സംസാരിക്കാനും കൂടെ ഉള്ളതാണ് കേട്ടോ, വെറുതെ ഞാൻ പറയുന്ന കേട്ടു പോവാനല്ലേ. എന്തായിരിക്കും അത് ചെയ്യാം? ഉപയോഗിക്കും അത് ഉപയോഗിക്കും അത് ഉപയോഗിക്കും. ഓക്കെ, ഇമ്രാൻ എന്തായിരിക്കും ചെയ്യാം? കേൾക്കുന്നില്ലേ? ധൻരഞ്ജോ, ഇന്നെന്താണ് മിണ്ടാതിരിക്കുന്നത് ഇമ്രാൻ? അത് ഉപയോഗിക്കും. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്കൊരു മൈൻഡ് പവർ ഉണ്ടെങ്കിൽ, ഒരു മാജിക്കൽ പവർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അതായത് ഇതിങ്ങനെ പറഞ്ഞു തരാൻ കാരണം, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള പവറിനെ തിരിച്ചറിയണം. അതായത് ഒരു 12 വയസ്സ് 13 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അത്ഭുത ശക്തിനെ തിരിച്ചറിയാൻ പറ്റിയാൽ നിങ്ങളുടെ സ്കില്ലുകൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പഠനം ഈസി ആക്കാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് വന്നിട്ട് നിങ്ങൾക്ക് ഈസി ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളുടെ മൈൻഡ് ഒരു ലൈക്ക് എ കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കുക. കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താ? അതിലെന്താണോ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നത് അതിങ്ങ് തരുമല്ലേ. നിങ്ങളുടെ മൈൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുക? ഒന്ന് പറഞ്ഞേ, ഉള്ളവരൊന്ന് പറഞ്ഞേ. നാസ്മിക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല, യാത്രയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഇവിടെ ദൻഡൻസ് എവിടെ? അഫ്രസ്, നമ്മൾ ക്ലാസ്സിലെ പോലെ തന്നെ പേര് വിളിക്കൂ കേട്ടോ. അല്ലാത്ത കുട്ടികളുടെ മാത്രമേ പേര് വിളിക്കാതിരിക്കുള്ളൂ, പക്ഷെ വീഡിയോ മോഡിൽ ഇരിക്കുക എന്നുള്ളതാണ്. എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ മൈൻഡ് ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം? ഉത്തരം പറയൂ. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണേ ഇത് പറയൂ. അഫ്രസ് എന്തായിരിക്കും, എന്താണ് അവിടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് നല്ലൊരു ഗാർഡൻ ഇഷ്ടമുള്ള ഒരാളാന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഒരു ഗാർഡൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ച് അതിനനുസരിച്ച് നിങ്ങൾ നട്ടുവെക്കണ അനുസരിച്ചല്ലേ ആ ഗാർഡൻ അത്രത്തോളം ഭംഗിയുള്ളതാവുക. അങ്ങനെ തന്നെയല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ അല്ലെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ എന്താണ് പ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുക എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതായിരിക്കും ചിന്തിക്കാം. എഞ്ചിലോ വീഡിയോയിൽ വരിക, ധനഞ്ചും വീഡിയോയിൽ ഇരിക്കണേ. നമ്മുടെ സ്റ്റുഡൻസ് ആണ് കൂടുതൽ പേരുണ്ടാവുക, കുറച്ച് പേരാണ് പുറത്തേക്ക്. ഞാനിപ്പോൾ ലാസ്റ്റ് ആണ്, ഈവനിങ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അബാക്കസിന്റെ ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും കൂടുതലുണ്ടാവുക. എന്ന് പറഞ്ഞേ, എന്തായിരിക്കും? യുവർ മൈൻഡ് ഈസ് ലൈക്ക് എ കമ്പ്യൂട്ടർ.
വാട്ട് യു തിങ്ക് ബിക്കംസ് യുവർ പ്രോഗ്രാം? എന്തായിരിക്കും ഏഞ്ചലോ? ഏഞ്ചൽ ഇപ്പൊ കയറി കഴിഞ്ഞിട്ട് എന്താന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ? ഇത് ക്വിസാണോ? ഏ ചോദ്യ ഇല്ല, നിങ്ങളോട് ചോദിക്കുകയാണ് എന്തായിരിക്കും നിങ്ങൾ പ്രോഗ്രാം ചെയ്യുക. ഇതിവിടെ നമ്മൾ മനസ്സിന്റെ ശക്തിയെ കുറിച്ച്, അത്ഭുത ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് പവർ യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ സ്കില്ലുകളും നിങ്ങളുടെ പഠനവും ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം നിങ്ങളിൽ എന്ത് പ്രോഗ്രാമിംഗ് ആണ് നടക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതിനിവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞ, പൂന്തോട്ടം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂന്തോട്ടം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് വിത്ത് നട്ടു വെച്ചാൽ പറ്റുമോ? അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കറക്റ്റ് ആയിട്ട് അത് ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാലല്ലേ അത് നല്ലൊരു പൂന്തോട്ടമായിട്ട് മാറുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ എന്താണ് പ്രോഗ്രാം ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? എന്ന് പറഞ്ഞേ. അതായത് നിങ്ങളുടെ ഉള്ളിൽ സന്തോഷകരമായ ചിന്തകളാണ് ഉള്ളതെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ മൈൻഡിൽ എന്താ സംഭവിക്കുന്നത്? എന്നാ റെസ്പോണ്ട് ചെയ്യടോ. ഏതാ അല്ലാത്തവർ വന്നിരിക്കുന്നവർ വിചാരിക്കും ഈ കുട്ടികൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന്. സന്തോഷകരമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുക? ഹാപ്പി ഹോർമോൺസ് ഉത്പാദിപ്പിക്കപ്പെടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഏറെ യെസ്. ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കുന്ന നിങ്ങൾ ഫീൽ ചെയ്ത് നോക്കി, അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും വരിക? എന്തെങ്കിലും ഫീൽ ചെയ്യോ? സന്തോഷം വരും. ആ, സന്തോഷം വരും. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏറെ വിഷമമുള്ള ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഒന്നെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ചെയ്യാത്തതിന് വഴക്ക് പറയോ, അല്ലെന്നുണ്ടെങ്കിൽ അടി കിട്ടുമോ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളിൽ സമ്മാനം ലഭിക്കാതെ വരുമോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സങ്കടമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിന്തിക്കുന്നതെങ്കിൽ അപ്പോഴെങ്ങനായിരിക്കും നിങ്ങളുടെ ശരീരത്തിലുള്ള ഫീൽ ഉണ്ടാവുക? സാഡ്നെസ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കൊടുത്താലാണ് ഫുൾ എനർജിയിലേക്ക് വരാൻ പറ്റുക? എന്ത് നമ്മുടെ ഉള്ളിലേക്ക്, അതായത് നമ്മുടെ മൈൻഡിലേക്ക് എന്ത് പ്രോഗ്രാം ചെയ്താലാണ് നമുക്ക് സന്തോഷത്തെ കൊണ്ടുവരാൻ പറ്റുക? നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ തന്നെയല്ലേ? സങ്കടപ്പെട്ട് വിഷമിച്ചായിരിക്കുന്നെങ്കിൽ നിങ്ങളിൽ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റാറുണ്ടോ? വീക്ക്. വീക്ക് ആവും. അപ്പൊ നമ്മുടെ ബോഡിയും വീക്ക് ആവുമല്ലേ? അപ്പൊ ഇവിടെ എന്താ അറിയേണ്ടത്? നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ലേ? ഉണ്ടോ? മൈൻഡിൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യുമ്പോൾ ബോഡിയും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. മൈൻഡിൽ നമ്മൾ സാഡ് ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ ബോഡിയും എന്താവുന്നുണ്ട്? സാഡ് ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്ഷീണമായിട്ട് അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് തോട്ട്സ് ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് അവിടെ പ്രോഗ്രാമിംഗ് വരുന്നില്ലേ? എങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജ് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ എന്താവുന്നുണ്ട്? ക്ലോസ് ആവുമല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ബ്രെയിൻ വന്നിട്ട് ആ ഡോറ് ക്ലോസ് ചെയ്യുക ചെയ്യണം. ആ സ്ഥാനത്ത് നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കുമ്പോൾ അതിന് വേണ്ടുന്ന പോംവഴികളാണ് നിങ്ങളുടെ ബ്രെയിൻ കണ്ടെത്തുക. ഇപ്പൊ ഈ പഠനത്തിന്റെ കാര്യത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ. പഠനത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താ പറയാ, ടഫ് ആയിട്ടുള്ളോ അല്ലെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് റൈറ്റ് ചെയ്ത് വെച്ചേ. അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് എഴുതിക്കേ. ജസ്റ്റ് 2-3 പോയിന്റ് എഴുതിയാൽ മതി.
അതിനുശേഷം ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. വെൻ യു തിങ്ക് പോസിറ്റീവ്, യുവർ ബ്രെയിൻ റിലീസ് ഹാപ്പി കെമിക്കൽസ് ലൈക്ക് ഡോപ്പമിൻ ആൻഡ് സെറട്ടോണിൻ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോ ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ച ആ കാര്യം ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? അപ്പൊ നിങ്ങളുടെ കൂടെ ചെയ്യാൻ തോന്നും. എന്താണ്, നിങ്ങളുടെ ബ്രെയിനും മൈൻഡും ബോഡിയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കണക്ഷൻ തരുന്നുണ്ട്, അത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ നമ്മളൊരു സ്വിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണോ ക്രിയേറ്റീവ് ആയിട്ട് വരുന്നത് അതിനെ നമ്മൾക്ക് ഓൺ ആക്കി വിടാൻ പറ്റും. പക്ഷെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുമോ? നമ്മളെല്ലാവരും അബാക്കസിൽ ബ്രെയിൻ ജിമ്മിങ് ചെയ്യുന്നവരാ അല്ലേ? ബ്രെയിൻ ജിമ്മിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒരേപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഒരേപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് ക്രിയേറ്റിവിറ്റി മാത്രം ഉണ്ടായാലും കാര്യമില്ല, ഇമോഷണൽ സ്ട്രെങ്തും ഇതെല്ലാം വേണം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കൈകൾ കൊണ്ടുള്ള ബ്രെയിൻ ജിമ്മ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അറിയേണ്ടത്, നമ്മൾ നമ്മുടെ ബ്രെയിനെ ഉണർത്തി വിടുക എന്നുള്ളത്, നമ്മുടെ മൈൻഡിന്റെ പവറിനെ തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക്, അതായത് നമ്മുടെ ഏതൊരു തോട്ട്സും നമ്മുടെ ബോഡിയിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കും. കുറെ കാര്യങ്ങൾ അറിയുന്നതായിരിക്കുമല്ലോ, നമ്മുടെ ബ്രെയിനിൽ കണക്ഷൻ വന്ന് അതെല്ലാം നമ്മുടെ ശരീരം മുഴുവൻ പാസ് ചെയ്യുന്നതായിരിക്കും അല്ലേ, ആ ഒരു മെസ്സേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഫ് യു തിങ്ക് ഐ കനോട്ട് ഡു ദിസ്, യുവർ ബ്രെയിൻ ക്ലോസസ്. ഇഫ് യു തിങ്ക് ഐ ക്യാൻ ട്രൈ, യുവർ ബ്രെയിൻ ഓപ്പൺ. ഓക്കെ. അപ്പോൾ ഇതില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ മൈൻഡ് പവർ കൂട്ടിയെടുക്കാൻ പറ്റും. എന്തൊക്കെ കാര്യം ചെയ്താൽ പറ്റും? നമ്മൾ അബാക്കസിന്റെ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു കാര്യം, സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴല്ലേ നിങ്ങളിൽ ആ ഒരു സ്പീഡ് കിട്ടിയത്? 4 മിനിറ്റിലും 2 മിനിറ്റിലും 3 മിനിറ്റിലും ഒക്കെ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിഞ്ഞത് സ്ഥിരമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടല്ലേ? അപ്പൊ അതേപോലെ നിങ്ങളുടെ മൈൻഡ് പവറിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അഫർമേഷൻ. നമ്മളൊരു അഫർമേഷൻ ചെയ്യാറുണ്ട് അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ ഒരു അഫർമേഷൻ ചെയ്യാറുണ്ടല്ലോ, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ പോയി ബുക്ക് എടുക്കേണ്ടി വരും. എന്തായിരിക്കും, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇമ്രാൻ, അഫ്രസ്, വീഡിയോയിൽ ഇരുന്നേ. എന്തായിരുന്നു എന്തായിരുന്നു? മൈ മൈൻഡ് ഈസ് ഷാർപ്പ് ആൻഡ് ഐ ലേൺ. My mind is sharp and I learn quickly. I'm a quick learner. I believe in my ability to succeed. I am a quick learner. I can learn anything. I am confident in my abilities and skills. ഓക്കെ. ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാൾ നമ്മൾ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഇവിടെ എല്ലാ ദിവസവും പറയുന്നുണ്ട്, എൻ്റെ മൈൻഡിന് നല്ല പവറാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അവിടെ ഓപ്പൺ ആവുകയാണ്. കാരണം ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ലേൺ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ ഓപ്പൺ ആവുകയും നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള കഴിവ് കിട്ടുകയും ചെയ്യും. അത് ഓൾറെഡി നമ്മൾ പറയുന്നതിനോടൊപ്പം ആക്ഷനും എടുക്കണം. അപ്പൊ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഫർമേഷൻസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഇത് നിങ്ങളുടെ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ആം കാം, ഐ ആം പവർ, ഐ ആം സ്മാർട്ട്, ഐ ക്യാൻ ഡു ഇറ്റ്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു എന്താ എന്താ പറയാ, നിങ്ങളൊരു പ്രോഗ്രാമിന് പോവാണ്. ആ പ്രോഗ്രാമിന് പോവാൻ നേരത്ത് എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊന്ന് ഡൗൺ ആയാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പവറിൽ നിങ്ങൾക്ക് പറഞ്ഞ് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് കുറെ തവണ നിങ്ങൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് മാറാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നുള്ളത് എന്തായിരിക്കും? ബ്രീത്തിങ് എക്സസൈസ് കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? എത്ര പേര് ചെയ്യലുണ്ട്? ഏഞ്ചല് ചെയ്യലുണ്ടോ? അഫ്രസ് ചെയ്യലുണ്ട്. ഓക്കെ. എന്താണ് ബ്രീത്തിങ് എക്സസൈസ്? നമുക്കിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ ഒന്ന് ഇത്രേ ഉള്ളൂ. ടേക്ക് എ ഡീപ് ബ്രീത്ത് പറയുമ്പോൾ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക, ദെൻ ഹോൾഡ് ചെയ്യുക,
പിന്നെ പതിയെ ആ ബ്രീത്ത് പുറത്തേക്ക് വിടുക എന്നുള്ളത്. അപ്പൊ അതിന് നമ്മളൊരു ടൈമിങ്ങും സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് എടുത്തു നോക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. 1 2 3. ഹോൾഡ്. 1 2. ഇൻഹേൽ. എക്സേൽ. 1 2 3. ഒന്നും കൂടി ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1 2 3. ഹോൾഡ് ചെയ്യുക. 1 2. പതിയെ പുറത്തേക്ക് വിടുക. 1 2 3. ഇതേപോലെ നിങ്ങൾക്കൊന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങളുടെ മൈൻഡും ബോഡിയും ഒരേ കണക്ഷനിലേക്ക് വരും. കാരണം നിങ്ങൾ അപ്പോൾ എന്താണോ ചെയ്യാനിരിക്കുന്നത് ആ ചെയ്യാനിരിക്കുന്നതിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ വരും. അല്ലാത്തപ്പോൾ എന്തായിരിക്കും, നിങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും. ചിലപ്പോൾ കളിക്കുന്നതിൻ്റെ അടുത്ത് ഓടി വന്നിട്ടായിരിക്കും പഠിക്കാൻ പറയുന്നത്. അന്നത്തേക്ക് കളിയുടെ എല്ലാ ചിന്തകളും മൈൻഡിൽ ഉണ്ടാവും. ഓടി വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ വന്ന് ഇരുന്നിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒന്ന് ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ഒന്ന് കാമായിട്ടിരുന്നിട്ട് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ മൈൻഡ് പവർ ഡെയിലി നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം എല്ലാവരും തന്നെ സ്കൂളുകളിൽ പോലും യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെയും പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളും അതിലേക്ക് മാറുമ്പോൾ നമ്മുടെ പവർ ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള മൈൻഡ് പവറിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും എന്താണ്, കഷ്ടപ്പെട്ട് പഠിക്കുകയാണല്ലേ. കുത്തിയിരുന്ന് ഒന്നെങ്കിൽ എഴുതി പഠിക്കുന്നുണ്ടാവും, വായിച്ച് പഠിക്കുന്നുണ്ടാവും, ചെയ്ത് പഠിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അബാക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു കഴിവാണ് സ്കാനിങ് എന്നുള്ളത്. എന്നുവെച്ചാൽ നോക്കി വായിക്കുമ്പോൾ തന്നെ അതിന് ഫീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് കിട്ടില്ല കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നിങ്ങളുടെ സ്കില്ലിലും പഠിത്തത്തിലും ഒക്കെ ഇമ്പ്രൂവ്മെന്റിലേക്ക് വരാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വിഷ്വലൈസേഷൻ ഗെയിം എന്ന് പറയും. വിഷ്വലൈസേഷൻ ചെയ്യലുണ്ടോ ആരെങ്കിലും? ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തോന്നും ഇത് എന്താ ഇപ്പൊ സംഭവം എന്ന് വിചാരിക്കും. എല്ലാവരും സ്വപ്നം കാണാറുണ്ടോ? അതോ എല്ലാവരും നല്ല ഉറക്കം ഉറങ്ങുന്നവരാണോ? ഉറക്കം ഉറങ്ങുന്നത് അവരുണ്ട്, അല്ലാണ്ട് സ്വപ്നം കാണുന്നവരുണ്ടോ? നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വപ്നം കാണുന്നവരുണ്ടോ? ഇന്ന പോലെ ചെയ്യണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടോ? അത് പ്ലാൻ ചെയ്യുന്നവരുണ്ടോ? ടെൻഡൻസി ചെയ്യലുണ്ടോ? യെസ് മാം. എന്താ വെച്ചാല് മറ്റേ പ്രോഗ്രാമിനും ഇതിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലൊരു ഇത് വേണമല്ലോ, ഇല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അല്ലെ, എക്സാം ഹാളിലേക്ക് പോകുമ്പോഴോ അല്ലെ സ്കൂളിലേക്ക് പോകുമ്പോഴോ ഇന്ന് ഇന്നതൊക്കെയാണ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്നതാണ് എക്സാം, ഇതിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ വിഷ്വൽ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. എന്തായിരിക്കും ഡ്രീം? ഉണ്ടോ എല്ലാവർക്കും? ഡോക്ടർ ആണെന്നോ, സയന്റിസ്റ്റ് ആവണമെന്നോ, സിംഗർ ആകണമെന്നോ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. അത് നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് ബ്രീത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കണ്ടു നോക്കിക്കേ. അത് പുഞ്ചിരിയോട് കൂടി നിങ്ങൾ അത് ചെയ്യുന്നത്, അതിന്റെ ഓരോ കാര്യങ്ങളിലേക്കും എത്തിപ്പെടുന്നതൊക്കെ ഒന്ന് ഫീൽ ചെയ്യുക. എന്താണോ നിങ്ങളുടെ ഡ്രീം അതിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് റെഫറൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതുന്ന ഓരോ കാര്യങ്ങളിലും എല്ലാ പോയിന്റുകളും ചെയ്ത് എഴുതി മാർക്ക് മേടിച്ച് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട്. ഈവൻ ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഓരോ എക്സാമുകളുണ്ട്. ആ എക്സാമുകളുടെ എല്ലാം കടന്ന് ഈസി ആയിട്ട് കടന്ന് നിങ്ങൾ ആ ഒരു എന്താ പറയുക ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ട്, ഡ്രീം പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. ഇല്ല സ്വയം വളരാനുള്ള, അതായത് പാട്ട് അല്ലെങ്കിൽ മറ്റ് കലാപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓരോന്ന് ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ ആണെങ്കിൽ അതും അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രീം ചെയ്യാൻ പറ്റും. ഇതൊരു വിഷ്വലൈസേഷൻ മോഡാണ്. അത് കുട്ടികൾക്ക് ഈസി ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ഇന്ന കാര്യമാണ് ഞാൻ പഠിക്കുന്നത്, അതെനിക്ക് ഇത്ര മിനിറ്റ് കൊണ്ട് എനിക്ക് പഠിച്ചു തീരാൻ പറ്റും എന്നൊന്ന് വിഷ്വൽ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനിരുന്നാൽ ഈസി ആയിട്ട് അത് പഠനം മുൻപോട്ട് പോകും എന്നുള്ളതാണ്.
അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഇമാജിൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് വിശ്വസിക്കാൻ തുടങ്ങും. നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെ നമ്മൾ ചിന്തിക്കുന്നത് അത് വിശ്വസിക്കാൻ തുടങ്ങുകയും അതിനെ പോസിബിൾ ആക്കാനും ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. ഇതൊക്കെയും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്ത് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ്, വിഷ്വൽ ചെയ്യുക, നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും പവർഫുൾ ആക്കുക. അപ്പൊ ഇപ്പോ ഒരു ഡ്രീം ഇല്ലാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡ്രീമിനൊന്ന് കണക്ട് ചെയ്തേ, നിങ്ങൾ എന്താകണം എന്നുള്ളതൊന്ന് തീരുമാനിച്ചേ. ഇവൻ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 13th വയസ്സിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ എങ്ങനെ ആകണം എന്ന് ആഗ്രഹം വരുന്നുണ്ടോ അതിലേക്ക് തന്നെ നിങ്ങൾ ഭാവിയിൽ എത്തിപ്പെടും. അപ്പൊ നിങ്ങൾ ചെറുപ്പകാലം തൊട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താകാനായിരുന്നു ആഗ്രഹം എന്നുള്ളത് അതിനെ ഒന്ന് റൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയുള്ളത് നെക്സ്റ്റ് പോയിന്റ് എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ഗെയിമാണ്. ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ അറിയാം? അതായത് സേ 3 things you are thankful for today. എല്ലാരും ചെയ്യലുണ്ടോ? താങ്ക്സ് പറയലുണ്ടോ? ആരോടൊക്കെ പറയലുണ്ട്? അമ്മയോട് പറയലുണ്ടോ? വീട്ടിലെ പേരൻസിനോട് പറയലുണ്ടോ? ഫ്രണ്ട്സിനോട് പറയലുണ്ടോ? ഓക്കെ, അഫ്രസ് പറയലുണ്ട്. അഫ്രസ് എന്താ വീഡിയോയിൽ ഇരിക്കാത്തെ? ഇമ്രാൻ വീഡിയോയിൽ ഇരുന്നേ. അപ്പൊ എന്താണ് താങ്ക് യു പറയുന്നത്? നമ്മളൊന്ന് ശീലമാക്കുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്, രാവിലെ തന്നെ നിങ്ങൾക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നെ പേരൻസിനോട് താങ്ക് യു പറയാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നല്ല ഫുഡ് ഉണ്ടാക്കി തന്നതിന്, നല്ല വസ്ത്രം മേടിച്ച് തന്നതിന്, നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതിനൊക്കെ പേരൻസിനോട് എന്ത് ചെയ്യുക? താങ്ക് യു പറയാം. ഇത് നിങ്ങൾ മാത്രമല്ല പറയേണ്ടത്, പേരൻസും പറയേണ്ടതാണ്. കാരണം നിങ്ങളെ നൽകിയതിനും നിങ്ങളെ നന്നായിട്ട് നോക്കാൻ സാധിക്കുന്നതിനും ഒക്കെയും പേരൻസും പറയേണ്ടതാണ്. ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ബെസ്റ്റീസ് ഉണ്ടാവുമല്ലോ, അവരോട് എന്തെങ്കിലും കാര്യത്തിന് താങ്ക് യു പറയലുണ്ടോ? ടീച്ചേഴ്സിനോട് പറയലുണ്ടോ? ടീച്ചർമാർ ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ താങ്ക് യു പറയും അല്ലേ? അതെന്തിനാ താങ്ക് യു പറയണേ? ആ ക്ലാസ് കഴിഞ്ഞ് കിട്ടിയതിനാണോ താങ്ക് യു പറയുന്നത്? അതോ അവർ പഠിപ്പിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ചതിനാണോ താങ്ക് യു പറയുന്നത്? എന്തിനാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈവൻ അവര് നല്ലതായിട്ടാണ് പഠിപ്പിച്ചതെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളൊന്ന് താങ്ക് യു പറയണം എന്നുള്ളതാണ്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നുള്ളതാണ്. അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യാൻ പറ്റണം? ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് കുറെ ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കാറുണ്ടല്ലോ. ഇലോൺ മസ്കിനെ കുറിച്ച് എല്ലാരും കേൾക്കലുണ്ടോ? ഉണ്ടോ? ധൻഡൻസ് ഏഞ്ചലോ കേൾക്കലുണ്ടോ? ടെസ്ല, സ്പേസ്, ഇതൊക്കെ അല്ലേ? ഇവരിലൊക്കെ ഉണ്ടായ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരിപ്പോഴും ഉള്ളവരാണ്. അപ്പൊ ഇവരിലൊക്കെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം തൊട്ടേ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, അത് വിഷ്വൽ ചെയ്തിട്ടുണ്ട്, അതിൽ അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെയും ചെയ്തിട്ട് അത് നേടിയെടുത്തു. പക്ഷെ അവർ അവരുടെ മൈൻഡിന്റെ പവറിനെ തിരിച്ചറിഞ്ഞ് നേടിയെടുത്തവരാണ്. ഇപ്പൊ ഈ കഴിഞ്ഞൊരിടയ്ക്ക് ഒരു കുട്ടീന്റെ കാര്യം വന്നിട്ടുണ്ടല്ലോ, 13 വയസ്സുള്ള ഹേബൽ എന്ന് പറയുന്ന ഒരു കുട്ടീന്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഫിസിക്സിൽ ക്വാണ്ടം തിയറി ചെയ്തിട്ട് എന്താണ് 10 ലക്ഷത്തിന്റെ സ്കോളർഷിപ്പ് നേടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെയൊക്കെയും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് അവരുടെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം അത് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട്, ഇമാജിൻ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എന്താ ചെയ്യല്? നമുക്ക് ഫോണുണ്ട്, ലാപ്പുണ്ട്, ടാബുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്യുന്നേ? ഗെയിം കളിക്കാന്, റീൽസ് കാണാന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേ യൂസ് ചെയ്യുന്നേ? അങ്ങനെ തന്നെയല്ലേ? പക്ഷെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ അതിൽ നോക്ക്. നിങ്ങളുടെ മെമ്മറി ചെയ്യാനുള്ളതൊന്ന് നോക്ക്. അതേപോലെ നിങ്ങൾക്ക് എന്താണോ വിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഡ്രീം ഉള്ളത് അതിലേക്ക് എത്തിപ്പെടാനുള്ളത് എന്തൊക്കെ വഴികളിലൂടെ പോകാം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണോ ടാബോ എന്ത് സംഭവം യൂസ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനുമായിട്ട് അത് കണക്റ്റഡ് ആവും.
ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ പഠിക്കണം എന്നുള്ളൊരു ചിന്ത, മറു സൈഡിൽ പേരൻസ് ഇത് യൂസ് ചെയ്യുന്നതിന് വെച്ചാൽ എന്താ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഇതിലൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡ് വന്നിട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സംഭവം. ഇത് രണ്ടും കൂടെ കൊളാപ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവൻ മൊബൈൽ ആവട്ടെ, ടാബ് ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, എന്തും നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അടുത്തതുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും പോസിറ്റീവ് തിങ്കിങ് ഗെയിം. അതെന്തായിരിക്കും സംഭവം? പോസിറ്റീവ് തിങ്കിങ് ഗെയിം എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ എന്താണ് അബാക്കസിന്റെ ഗ്രൂപ്പിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടീന്റെ വീഡിയോ. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നു കീവേഡ്സ്, മെമ്മറി വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏഞ്ചലോ ശ്രദ്ധിച്ചിരുന്നോ അത്? ഇല്ല മാം. ഞാൻ ഈ ഗ്രൂപ്പിൽ ഇടുന്നത് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആ കുട്ടി ആ കീവേഡ്സ് ഉപയോഗിച്ച്, നമ്മൾ ആദ്യം കീവേഡ്സ് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വിഷ്വൽ ചെയ്ത് ഓർക്കുന്നുണ്ടോ? സ്റ്റോറി ആക്കി കണക്ട് ചെയ്തിട്ട് പഠിച്ച് ഓർക്കുന്നുണ്ടോ ഏഞ്ചലോ? സണ്ണ്, യെസ്. ആ 30 വേർഡ്സ് ആണ് ഉള്ളത്. ആ 30 വേർഡ്സ് കണക്ട് ചെയ്തിട്ട് സ്റ്റോറി ആക്കി അത്രയും വേർഡ്സുകൾ ആ സംഖ്യകൾ മനസ്സിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈവൻ അത് അബാക്കസ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു കഴിവാണത്. നിങ്ങൾ എന്താണോ കണക്ട് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് അത് ബ്രെയിൻ അങ്ങനെ തന്നെ ഓർത്തു വെക്കും എന്നുള്ളതാണ്. അപ്പൊ ഓരോ സംഖ്യകൾ, ഇപ്പൊ നമ്മള് 10th ലെവലിൽ എന്താ പഠിക്കുന്നത്? ഫോണറ്റിക് സിസ്റ്റം പഠിക്കുന്നില്ലേ? ഓരോ സംഖ്യകൾക്ക് ഇന്ന വേർഡ്സ് എന്നുള്ള പഠിക്കുക എന്ന് പറഞ്ഞതുപോലെ കണക്ട് ചെയ്ത് ഓരോ വേർഡ്സും പഠിച്ചു വെച്ചിട്ട് അത് കണക്ട് ചെയ്തിട്ട് ആ സംഖ്യകളെല്ലാം ഓർത്ത് വെച്ചിട്ട് എന്താണ് ആ കുട്ടി വന്നിട്ട് ഗിന്നസ് റെക്കോർഡിൽ വന്ന കുട്ടിയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന സംഭവം നിങ്ങൾ എന്തായാലും അതൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ. അതെങ്ങനെ ആയിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ അതിലൊക്കെയും വേണ്ടത് പ്രാക്ടീസ് ആണ്. വിഷ്വൽ ചെയ്യണം. അതിൻ്റെ അകത്ത് ആ കുട്ടി പറയുന്ന ഒരു വാക്കാണ് ഈ വിഷ്വൽ ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ വിഷ്വൽ ചെയ്തിട്ടാണ് അതിനെ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബ്രെയിൻ ഹാക്കർ എന്ന് പറയുന്നത് വെച്ചാൽ അതിന്റെ ഒരു ട്രാക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആരുടെയും കയ്യിൽ നിന്ന് എന്ത് ചെയ്യേണ്ട, വഴക്ക് കേൾക്കണ്ട, ഇത് ചെയ്യല്ലേ അത് ചെയ്യല്ലേ എന്നുള്ള ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്താണോ മുന്നോട്ട് പോകേണ്ടത് ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നോക്കിയേ, നമ്മൾ പോസിറ്റീവ് തിങ്കിങ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ് ഐ ക്യാൻ എന്ന് നമ്മൾ ഉറക്കെ നമ്മളോട് തന്നെ പറയുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ചോദിക്കാണ്, ക്യാൻ യു സ്റ്റഡി വിത്ത് ഫോക്കസ്? യെസ് ഐ ക്യാൻ. യെസ്, യെസ് ഐ ക്യാൻ. ഒന്നുകൂടെ ലൗഡിൽ പറഞ്ഞ എല്ലാവരും, ക്യാൻ യു സ്റ്റഡി വിത്ത് ഫോക്കസ്? യെസ് ഐ ക്യാൻ. യെസ് ഐ ക്യാൻ. ഇതെന്തിനാ പറയുന്നത്? ഇങ്ങനെ നിങ്ങൾ കുറെ തവണ ഓരോ കാര്യങ്ങൾക്കും നിങ്ങളിലേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു ഗെയിമിൽ പോകാൻ നേരത്ത് നിങ്ങൾക്ക് നേടാൻ പറ്റുമോ എന്ന്, നിങ്ങൾക്ക് നേടാൻ പറ്റില്ല എന്ന് ചിന്ത വരുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, യെസ് ഐ ക്യാൻ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. അങ്ങനെ ഒന്ന് കുറച്ചൊന്ന് റിപ്പീറ്റഡ്ലി ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങളിൽ എന്താ മാറ്റം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് പറയുമ്പോൾ നിങ്ങളൊന്ന് സ്മൈൽ ചെയ്തിട്ട് പറയാന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ എന്താ പറയാ, ജിമ്മിൽ പോകുന്നവരോ അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 ദിവസം ആകുമ്പോൾ ബോഡി പെയിൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറയും. അതെന്തിനായിരിക്കും ചിരിച്ചുകൊണ്ട് ചെയ്യാൻ പറയുന്നത്? ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുന്നുണ്ട്? ഡോപ്പമിൻ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ കാര്യം വരുമ്പം ആ വേദനകൾ കുറയുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യത്തിനും ഐ ക്യാൻ, യെസ് ഐ ക്യാൻ എന്നാക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ മൈൻഡിന്റെ പവറിനെ കൊടുക്കുക എന്നുള്ളതാണ്. ചെയ്യാൻ സാധിക്കാത്ത കാര്യമല്ലല്ലോ. ഓക്കെ, ഇനിയുള്ളത് നമുക്കൊന്ന് എങ്ങനായിരിക്കും വിഷ്വല് ചെയ്യാന്നുള്ളത് നിങ്ങളൊന്ന് ശരിക്കൊന്ന് ഫീല് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? എന്താണ്? ആക്ടിവേറ്റ് യുവർ മൈൻഡ് പവർ.
ആക്ടിവേറ്റ് യുവർ മൈൻഡ് പവർ ആൻഡ് വാച്ച് യുവർ ഡ്രീംസ് ഗ്രോ. നമ്മുടെ മൈൻഡ് പവറിനെ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഡ്രീംസിനെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ വിഷ്വലിൽ നമുക്കതൊന്ന് കാണാം. അപ്പൊ അത് കാണുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് മെഡിറ്റേഷൻ എന്താണെന്ന് കുറച്ച് പേർക്ക് അറിയായിരിക്കും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് കാമായിട്ട് ഇരിക്കുക എന്നുള്ളത്, ശ്വാസം മാത്രം ശ്രദ്ധിച്ച് കണ്ണുകൾ അടച്ച് നല്ല ഡീപ് ബ്രീത്ത് എടുത്തിട്ട് കാമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ആരാണോ പറഞ്ഞു തരുന്നത് ആ കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ അതിനെ ഒന്ന് അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ മൈൻഡ് പവറിനെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലാക്കി അത് എന്താണെന്നൊന്ന് തിരിച്ചറിയാൻ പോകുന്ന രീതിയിലാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണുകൾ അടച്ച് ശാന്തമായിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക, എന്നിട്ട് ഡീപ് ബ്രീത്ത് എടുക്കുക. ശരിക്കും കണ്ണടച്ചിട്ട് ഒന്ന് ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്തൊന്ന് ഇരിക്കണേ. അതിൻ്റെ ഒരു അനുഭവത്തെ അറിയണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാവണം, ഇതാ ഇവര് എന്താ പറയാ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുകയാണ്, വിഷ്വല് ചെയ്യാൻ പോവുകയാണെന്നുള്ളത് ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കണ്ണടച്ചിരുന്നിട്ട് എന്ത് ചെയ്യാൻ പറയുന്നത്, ഡീപ് ബ്രീത്ത് എടുക്കാൻ പറയുന്നതിന്റെ കാര്യം. ഇപ്പൊ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, there is a small light in your heart. Sit comfortably, close your eyes, take a deep breath and breathe out. Now imagine there is a small light in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ലൈറ്റ് തെളിയുന്നത് നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക. ഷൈനിങ് സോഫ്റ്റ്ലി, ദാറ്റ് ലൈറ്റ് ഈസ് യുവർ മൈൻഡ് പവർ. ആ ഹൃദയത്തിൽ തെളിയുന്ന ഒരു വെളിച്ചം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡ് പവറാണ്. ഇപ്പൊ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ ആ ഒരു മൈൻഡ് പവറിനെ, ആ ഒരു ലൈറ്റിനെ കൊടുക്കുക. ഇറ്റ് ഗ്രോസ് ബ്രൈറ്റർ വെൻ യു തിങ്ക് ഗുഡ് തോട്ട്സ്. നല്ല ചിന്തകളെ അതിലേക്ക് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ, ഹെൽത്ത് വൈസ് ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും, നിങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതം വലുതാകുമ്പം നിങ്ങൾ എന്തായിത്തീരണം, എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ ഒരു ഡ്രീമിലേക്ക് ആ ഒരു ലൈറ്റിനെ കൊടുക്കുക. Then let it fill your whole body with peace and energy. നിങ്ങളുടെ ഹോൾ ബോഡിയിലേക്ക് ആ ഒരു ലൈറ്റ് എത്തുന്നതും നിങ്ങളുടെ ശരീരത്തിൽ എനർജറ്റിക് ആകുന്നതും നിങ്ങളുടെ ഉള്ളിൽ പുതിയ പുതിയ തോട്ട്സ് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതും എത്തുന്നതും ഫീൽ ചെയ്യുക. ആ ഡ്രീം അതെന്താണോ അതിനെ കറക്റ്റായിട്ടും കണ്ടെത്തി അതിലേക്ക് ഫോക്കസ് കൊടുത്ത് നിങ്ങളുടെ മൈൻഡ് പവർ യൂസ് ചെയ്ത് ആ ഒരു എനർജിയിലേക്ക്, ആ ഒരു ഡ്രീമിലേക്ക് എത്തിപ്പെട്ടത് ഈ നിമിഷം നന്നായിട്ട് ഫീൽ ചെയ്യുക. ദെൻ പതിയെ കണ്ണു തുറക്കുക. Think good, feel good, and do good. Your thoughts are your magical wand. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേ ഉള്ളത് നമുക്കിതിൽ എന്തൊക്കെ പഠനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് പവർ എന്താണെന്ന് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് വീക്കിൽ ഇതേപോലെ സാറ്റർഡേ ഉണ്ടാവും, 3 വീക്കേ ഉണ്ടാവുള്ളൂ, സാറ്റർഡേ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എങ്ങനെ എന്തൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠനത്തിലേക്ക് കിടക്കാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ടാവും.
അതിലേക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചർ ഇട്ട് തരാം. ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു പിക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ എൻഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. എന്നാൽ പുറത്തൂടെ വരയ്ക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഓക്കെ, ആ ഒരു പിക്ചർ നിങ്ങളുടെ ബുക്കിലേക്ക് ഒന്ന് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ എന്തെങ്കിലും? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, കാണാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ്. ജസ്റ്റ് മിനിറ്റ്. ഇത് കാണുന്നുണ്ടോ? ഈ ഒരു പിക്ചർ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. ഇത് സ്റ്റാർട്ട് ചെയ്ത് എൻഡിങ്ങിലേക്ക് പുറത്തൂടെ വരയ്ക്കാതെ വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് റൈറ്റ് ചെയ്ത് പോകുന്നിടത്തൂടെ വീണ്ടും റൈറ്റ് ചെയ്യാൻ പാടില്ല, വരയ്ക്കാൻ പാടില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എൻഡിങ്ങിൽ കൊണ്ടെത്തിക്കണം. പറ്റും. ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്തു നോക്കേ. നിങ്ങളുടെ ബുക്കിലേക്ക് വരച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കിക്കേ. പറ്റും. ഓക്കെ, ചെയ്തു നോക്ക്. ചെയ്ത് നോക്കിയിട്ട് ഞാൻ എൻ്റെ നമ്പർ തരുന്നുണ്ട്, അതിൻ്റെ അകത്തേക്ക് ആക്കണം. അതിന്റെ പുറത്തൂടെ ഒരിക്കൽ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. പിന്നെ അതിലൂടെ പുറത്തൂടെ വേറെ വര വരരുത്. അപ്പൊ അതിന്റെ സെൻട്രലത്തെ വര എവിടെ പോയി? അപ്പൊ അതിന്റെ സെന്ററിൽ ഒരു വര കാണുന്നില്ലേ ഇമ്രാൻ? ഓക്കെ, പക്ഷെ ഇത് നിങ്ങൾ വരയ്ക്കുമ്പോൾ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ എത്തുക എന്നുള്ളതില്ല. പക്ഷെ ഈ പിക്ചറിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ എൻഡിങ് വരണം. പക്ഷെ പുറമേ വരയ്ക്കാനും പാടില്ല. അപ്പൊ അതിന്റെ സെന്ററിൽ ഒരു വഴിയും കൂടെ ഉണ്ട്. താഴെ ഒരു പിക്ചർ കൂടെ വരുന്നുണ്ട്. അത് ഇതിലേ പോവും? ഇതിൽ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഒരാൾ ഇത് ലാസ്റ്റ് ചെയ്തത് ആരാണ്? അത് കറക്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്ത ആരോ കാണിച്ചത് കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഈ ഒരു പിക്ചർ നോക്കിക്കേ. അടുത്ത മാറ്റിക്കേ. ഇനി ആരും അതെല്ലാം മാറ്റിക്കേ. ഞാൻ ഇന്ന് വേറെ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും മാറ്റുക. അതിലൊന്നും ചെയ്യരുത്. അടുത്ത പിക്ചർ ഞാൻ തന്നിട്ടുണ്ട്. വൈറ്റ് ബോർഡ്സ് യൂസ് ചെയ്യുന്നവർ അതിൽ നിന്നൊന്ന് ഇറങ്ങിക്കേ. അത് റൈസ് ചെയ്ത് മാറ്റടോ. ഓക്കെ, അടുത്ത പിക്ചർ തരുന്നുണ്ട്. ഇതൊന്ന് നോക്കിയേ. ഇതും എന്ത് ചെയ്യാ? നിങ്ങൾ ഇതിൽ വരയ്ക്കണ്ട. ഓക്കെ, ഇപ്പൊ ചെയ്ത ആരാണോ അത് കറക്റ്റ് ആണ്. ഓക്കെ. ഏത് കളറാ മാം? ഏ ഏത് കളറാ? ആദ്യം ചെയ്തിട്ടത് ആരാണെങ്കിലും അത് പച്ച കളറിൽ ആരായിട്ടെ?
ഓക്കെ ഓക്കെ. ഞാൻ അപ്പൊ നാല് ഇതിൽ മനസ്സിലായല്ലോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാല് ഇങ്ങനെ പോയിട്ട് ഇവിടെ കയറി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ വരാൻ പറ്റും അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഈ ചെയ്തിട്ട് റെഡ് ഇട്ടേക്കുന്നത് കറക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തിങ്ക് ചെയ്യുന്ന അനുസരിച്ച് നമ്മളിലേക്ക് വരിക അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെന്നുമ്പോൾ വേറെ ഒന്നിലേക്ക് കയറാൻ പറ്റത്തില്ലാതെ വരും. പക്ഷെ ഇതിൽ തന്നെ 2-3 ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താല് നമുക്കത് അങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇതിലേ പോയി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാൻ പറ്റും. ഓക്കെ, ആദ്യത്തതിന്റെ നിങ്ങൾ എങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇത് മായ്ച്ചിട്ട് എല്ലാവരും വൈറ്റ് ബോർഡ് യൂസ് ചെയ്തൊരു മാറ്റിക്കേ, എറേസ് ചെയ്തേ. ഓക്കെ, വൈറ്റ് ബോർഡ് യൂസ് ചെയ്തത് എറേസ് ചെയ്ത് മാറ്റിക്കേ. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കാര്യങ്ങളിലും നമ്മുടേതായ തീരുമാനങ്ങളിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതേപോലെ നമ്മള് ഗ്രൂപ്പിൽ എന്താ ചെയ്യല്, ക്ലാസ്സിൽ എന്താ ചെയ്യല്, 1 മിനിറ്റിന്റെ കാര്യം ചെയ്യാറുണ്ടല്ലേ? ആ 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ എന്താണോ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനമാണ് നിങ്ങളുടെ പവറായിട്ട് അവിടെ വരിക. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ 1 മിനിറ്റ് കൊണ്ട് 75-ഉം 25-ഉം 50-ഉം ഒക്കെ എഴുതിയവരുണ്ട് ഇല്ലേ? അപ്പൊ എന്താണ്, ആ 1 മിനിറ്റ് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പവർ ആയിട്ട് കൊടുത്തത് കൊണ്ടാണ് ആ 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് ആ ഒരു റിസൾട്ടിനെ തരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിയുക, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊടുക്കുകയും നിങ്ങൾ ആക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും, നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നിട്ട് അതിലൂടെ നിങ്ങളുടെ മൈൻഡ് പവർ യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഫർമേഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തിനേലും കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടോ? പിന്നെ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളതല്ലാത്ത ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അബാക്കസ് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ചോദിക്കാം. മൈൻഡ് പവറിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് ചോദിക്കാൻ പറ്റും. കുട്ടികൾ 12-13 വയസ്സിനുള്ളിൽ അതിനെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ അബാക്കസിലുള്ള കുട്ടികൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു സെഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലാത്തവർ എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പൊ എന്താണ്, വൈൻഡപ്പ് ചെയ്യല്ലേ? സ്റ്റോറിയൊക്കെ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. അയ്യോ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. മോളുടെ പേരെന്തായിരുന്നു? ഖദീജ റഹ. ഓക്കെ, എവിടെ നിന്നാണ്? മാഹിൻ. മാഹിൻ. ഓക്കെ, ഞാൻ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്, അതിലൊന്ന് കണക്ട് ചെയ്യൂ കേട്ടോ. ഒന്ന് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നെക്സ്റ്റ് സാറ്റർഡേ ഉണ്ടാവും, ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ജെസ്സിന മാം, പിള്ളേർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ?